ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ടിരുന്ന രേവതിയോട് സച്ചി പറയുകയാണ്, നീ ഇപ്പോൾ പണ്ടത്തെ പോലെ സൗന്ദര്യത്തിലൊന്നും അങ്ങനെ അത്ര ശ്രദ്ധിക്കുന്നില്ല. അതെങ്ങനെയാ? നീ ഏത് നേരം നോക്കിയാലും ഇങ്ങനെ അടുക്കളയിലല്ലേ? നീ കണ്ടില്ലേ, നിന്റെ മുടിയൊക്കെ ആകെ പോയി. ഒരു ബ്യൂട്ടി പാർലറുള്ള ഒരു ഉടമയുള്ള വീടായത്, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോയാലോ എന്നിങ്ങനെ രേവതിയോട് പറയാണ്. സച്ചിയേട്ടൻ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? അതും അവിടെ ബ്യൂട്ടി പാർലർ? അതിനൊക്കെ എന്താ, നമ്മൾ വേറെ ബ്യൂട്ടി പാർലറിൽ പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ അവിടെ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? നീ ഒരുങ്ങി, നമുക്ക് പെട്ടെന്ന് എന്നെ അങ്ങോട്ടേക്ക് ചെല്ലാം. നിന്നെ ഞാൻ അവിടെ ആക്കിയിട്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ ഒന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ ശ്രുതിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ എന്തോ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രേവതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവൻ തീരുമാനിച്ചത്. അവരങ്ങനെ കാറിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രേവതി ഇപ്പോൾ സച്ചിയുടെ മാറ്റത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാൽ സച്ചിയേട്ടൻ എന്തായിരിക്കും അവിടെ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകാൻ ഇങ്ങനെ പറഞ്ഞത്? എന്തോ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിൽ ശ്രുതി എവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ അവൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ, എന്നിട്ട് എന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ശ്രുതിയാണെങ്കിലോ ഇവരെ കണ്ടപ്പോൾ അകത്തേക്ക് മാറിയിരിക്കാനുണ്ട്. കാരണം കടയിലെ ഉടമസ്ഥ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശ്രുതിയോട് വന്നപ്പോൾ ഓണർ പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ഇതേ കസ്റ്റമർ പുറത്തിരിക്കുന്നു, നീ കണ്ടില്ലെന്ന് നോക്കി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അത് പിന്നെ അകത്ത് കുറച്ച് ക്ലീനൊക്കെ ആക്കാനുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ അവർ പറയുകയാണ്, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതി പുറത്തേക്ക് വന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി എന്താ പതിവില്ലാതെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി അത് പിന്നെ സച്ചിയേട്ടൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ നിന്ന്. അങ്ങനെ രേവതിനെ അകത്ത് കൊണ്ട് ഇങ്ങനെ ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഓണർ ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ് രേവതിയോട്, എവിടെയാ വീട് എന്നൊക്കെ. അപ്പോൾ രേവതിനെ ആണെങ്കിൽ ആ ഓണർക്ക് അറിയത്തില്ലല്ലോ. രേവതി അപ്പോൾ പറയുന്നുണ്ട്, ഇത് ശ്രുതി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ എല്ലാം ഇങ്ങനെ തുറന്ന് പറയുകയാണ് കേട്ടോ. അതെയോ, ഈ കട തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ശ്രുതിയുടെ വീട് വരെ ഇതുവരെ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ശ്രുതിയാണ് ഈ കടയുടെ വിജയം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കൂടാതെ ഈ കട ഞാനിട്ടിട്ട് കുറേ നാളായി, കസ്റ്റമറിനെയൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് കാരണം ശ്രുതി ഒറ്റൊരാളാണ് എനിക്കിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതിക്ക് മനസ്സിലായി കേട്ടോ, ഇത് ശ്രുതിയുടെ കടയല്ല എന്നുള്ള. അപ്പോൾ ശ്രുതിയെ ഇങ്ങനെ രേവതി പറഞ്ഞിട്ടുണ്ട്, രേവതി എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ട് പോയത്, ഈ കട ശ്രുതിയുടെ ആണെന്നല്ല ശ്രുതി പറഞ്ഞത് എന്നൊക്കെ. അത് പിന്നെ എന്നോട് ക്ഷമിക്കണം രേവതി, നീ ഇത് ആരോടും പറയരുതെന്നിങ്ങനെ പറയാൻ കേട്ടോ. പക്ഷേ സച്ചി ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സച്ചി പുറത്തോട്ട് രേവതിനെ ഇങ്ങനെ വിളിക്കുകയാണ്, എടി ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു, ഒന്നുകൂടി ഒന്ന് തെളിവുറപ്പിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ഇങ്ങനെ പറയാനിട്ടോ. ശ്രുതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് സച്ചിയുടെ കാല് പിടിക്കുകയാണ്. ഇല്ല, ഇപ്പം തന്നെ നീ വീട്ടിലേക്ക് വാന്നും പറഞ്ഞു. അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി ഇങ്ങനെ പോകാനിട്ടോ. പുറകെ നമ്മുടെ ശ്രുതിയും വെച്ച് വിടുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അവൻ എല്ലാവരും ഇങ്ങനെ വിളിച്ച് കൂട്ടുകയാണ്. എടാ ശ്രുതി, എടാ മരം വേണ്ട, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്താണ് നിനക്ക് ഭ്രാന്തി പിടിച്ചോ, നീ എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പോകുന്നത്? അതൊക്കെ പറയാം, എല്ലാവരും ഇന്നത്തോടെ എന്നെ ഇവിടെ കള്ളത്തരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കട നടന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ശ്രുതി എന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കറിയാം ഇവൻ പറയുന്നതൊക്കെ ചുമ്മാതെയാണെന്ന്. ശ്രുതി നീ ഒന്ന് തുറന്ന് പറയുന്ന ഇങ്ങനെ പറയാനിട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്.